വർഷങ്ങൾക്ക് മുൻപ് എഴുതിത്തീർത്ത് കാലങ്ങളായി സൂക്ഷിച്ചു വെച്ച കാതം. പ്രവാസിയായ എറണാകുളം സ്വദേശി നവാസ് ഇല്ലിക്കൽ ആരെയും കാണിക്കാതെ എടുത്തുവെച്ച പുസ്തകത്തിനായിരുന്നു ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പിറവിയെടുത്തത്. നവാസ് ഇല്ലിക്കലിന്റെ മൂന്നാമത്തെ പുസ്തകമാണിത്. എഴുത്തിൽ മാന്ത്രികതയുണ്ടായിട്ടും വായനക്കാരിൽ എത്താതെ പോകുന്ന അനേകം സൃഷ്ടികൾക്ക് പുതുവേദി കൂടിയായിരുന്നു ഇക്കഴിഞ്ഞ പുസ്തകമേള. കഴിഞ്ഞ കൊല്ലമാണ് ഷാർജ ബുക്ക് ഫെയറിൽ ആദ്യമായിട്ട് വരുന്നത്. വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു, ഒരു ബുക്ക് ഇവിടെ പ്രകാശനം ചെയ്യണമെന്ന്. അവിടെയാണ് ലോകത്തിന് കൂടുതൽ എഴുത്തുകാരെയും വായനക്കാരെയും സമ്മാനിക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ മാന്ത്രിക ശക്തി സംഘാടകരിൽ ഒരാളായ മോഹൻകുമാർ വെളിപ്പെടുത്തുന്നത്. റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ആൾക്കാരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു ടെൻഡൻസി ഈ റൈറ്റേഴ്സ് ഫോറം ഉണ്ടാക്കുന്നത്. ആഘോഷിക്കപ്പെടുന്ന എഴുത്തുകൾ തന്നെയാണ് ഓരോ എഴുത്തുകാരന്റെയും ഊർജം. നവാസ് ഇല്ലിക്കലിന് കോവിഡ് കാലത്ത് നടക്കാതെ പോയ സിനിമയുടെ സ്ക്രിപ്റ്റിന് കൂടിയാണ് മേളയിൽ പുനർജന്മമുണ്ടായത്. ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കോവിഡിന് മുമ്പ് ചർച്ചകൾ നടക്കുകയും അതിൻ്റെ ഒരു ഷൂട്ടിംഗ് വരെ എത്തുകയും ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. കോവിഡ് കാരണം നടക്കാതെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇനി അത് ബുക്കാക്കി പ്രസിദ്ധീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പുസ്തകമേള അവസാനിച്ചിട്ടും പുസ്തകത്തിലെ കഥകൾ പറഞ്ഞു തീരുന്നില്ല. എഴുത്തിന്റെ ലോകം കാലത്തിനും കാതത്തിനും മീതെ പടർന്ന് പന്തലിക്കുകയാണ്.